ഞങ്ങള് മെട്രോ മാറി കേറി കൊറേ ദൂരം പോകുന്നു. അച്ഛൻ്റെ പ്രത്യേകത ക്യാമറ ഓണാക്കിട്ട് ഫ്രണ്ട്സ്, ഇവിടെയാണ് ഗാന്ധിജീനെ അടക്കം ചെയ്തേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, DD വ്ളോഗ്സിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഡൽഹിയിലത്തെ രണ്ടാമത്തെ സെക്കൻഡ് ഡേ ആണ്. അപ്പം ഇന്ന് ഞങ്ങൾ രാജ്ഘട്ടിലും ഇന്ത്യ ഗേറ്റിലും പോവുകയാണ്. ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത്. ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ ബുക്കിൽ കണ്ടിട്ടും വീഡിയോയിലൊക്കെ കണ്ടിട്ടും മാത്രമേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ നിറച്ച് മയിലാണ് കേട്ടോ. രാവിലെ ഉണ്ടാവും കുറേ. എല്ലാരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാരും കൂടെ പോവാണ്. എല്ലാരും ഉണ്ടെന്ന്. ഞങ്ങള് രാജഘട്ടിലേക്ക് പോവാണ്. അതിന്റെ പ്രത്യേകത ഗാന്ധിജിയുടെ ഇതാണ്, മെമ്മോറിയൽ പ്ലേസ് ആണ്. അവിടെ കുറേ ഉണ്ട്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, പിന്നെ മഹാത്മാഗാന്ധിജി, ഇവിടെല്ലാം കൂടെ ഇവരെല്ലാം ഒന്ന് കറക്കാൻ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ഇന്ത്യ ഗേറ്റിൽ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ മൊത്തം ഒന്ന് ഡൽഹിയിൽ വരെ ഒന്ന് കറക്കി കൊണ്ടുവരട്ടെ. ഞങ്ങൾ ഇപ്പോൾ 12 പേരുണ്ട്. ഞങ്ങൾ രാജ്ഘട്ട് കാണാൻ പോവുക, ഗാന്ധി സ്മൃതി മണ്ഡപം. അപ്പോൾ അവിടെ കണ്ടിട്ട് ഗാന്ധിയുടെ അനുഗ്രഹം മേടിക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ വൈകുന്നേരം പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉച്ചക്കൊക്കെ ഭയങ്കര വെയിലായിരിക്കും അവിടെ. ഈ സമയത്ത് പോയി നല്ല അവിടെ ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് വരാം. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. പോരുമ്പോ മരടോടെ പോരുക, ഇല്ലെങ്കിൽ ആരുമില്ല. ഫ്രണ്ട്സ്, ഞങ്ങള് 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു, രാജ്ഘട്ട്. ഫ്രണ്ട്സ്, ഇവിടെ ക്രിക്കറ്റിന്റെ IPL മാച്ച് നടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്താണ് സ്റ്റേഡിയം. അപ്പം അതിന് പോകേണ്ടവരൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണില്ല, അപ്പുറത്താണ് വണ്ടി പാർക്ക് ചെയ്യണത്. ഈ രാജ്ഘട്ടിന് തൊട്ടിപ്പുറത്ത് കാണുന്ന സ്ഥലമാണ് ചൗധരി ചരൺ സിംഗിന്റെ സ്മാരകം. അത് കിസാൻ ഘട്ട് എന്ന് അറിയപ്പെടും. ഗാർഡൻ ആണല്ലേ? എങ്ങനെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. പക്ഷെ കാട് കുത്താൻ പറ്റുന്ന തിരക്കൊന്നല്ല, ആൾക്കാർ അത്യാവശ്യം ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ദൈവം? നല്ല രസം, ഫുൾ പച്ച. അതിന്റെ നടുക്കായിട്ട് ഇതാ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. എന്ത് രസാണോ അല്ലേ? അച്ഛൻ്റെ പ്രത്യേകത ക്യാമറ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓണാക്കിയിട്ടുണ്ട്. അയാളെന്താ ചേച്ചിയോട് പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കാതെ. ഫ്രണ്ട്സ്, ഇവിടെയാണ് ഗാന്ധിജീനെ അടക്കം ചെയ്തേക്കുന്നത്. അവിടെ അത് കെടാവിളക്കുണ്ട് ഫ്രണ്ട്സ്. അത് കെടൂല അല്ലേ? ആ വിളക്ക് കെടൂല. കുറേ വർഷമായി അത്ര അങ്ങനെ എന്നും ലൈറ്റ് ഉണ്ടാവും. ഇവിടെ എത്രയോ ആൾക്കാരാണ് ഒരു ദിവസം വന്നു പോകുന്നതെന്നറിയാം. ഇവിടെ ആരും വരുമല്ലോ, എല്ലാ ലീഡേഴ്സും, രാജീവ് ഗാന്ധി, സോണിയ, പ്രൈം മിനിസ്റ്റർ എല്ലാവരും വരും.
മാർബിൾ കണ്ടില്ലേ, ബ്ലാക്കും മാർബിളാണ് മൊത്തം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇവിടെ തന്നെ വേറെ അപ്പുറത്തെ സ്ഥലമുണ്ട്, അവിടെ പോയി കാണാം. ഇനി ഞങ്ങൾ അടുത്ത് പോകാൻ പോണത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ പ്ലേസിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാനത് കണ്ടപ്പോൾ ചോദിച്ചു കുത്തബ് മിനാർ അല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം മണിമാമൻ പറഞ്ഞു അത് കുത്തബ് മിനാറിന്റെ ബ്രദറാണെന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി മണ്ഡപമല്ലേ അത്? അന്നത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് നല്ല ഭംഗി, നല്ല കൈയുടെ നല്ല ഷേപ്പിടൽ. ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്ദിരാഗാന്ധി സ്മാരകം. കണ്ടോ, അത് കൈപ്പത്തി പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാലല്ലേ. ഇത് പാറക്കല്ലാണ് കണ്ടോ. ഞങ്ങള് റീൽസ് ഒക്കെ എടുത്തു, ഗ്രൂപ്പ് റീൽസ് മറ്റേ പിച്ചകപ്പുക കഥ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അറിയാം. നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഫ്രണ്ട്സ്, രാജീവ് ഗാന്ധിന്റെ മെമ്മോറിയൽ പ്ലേസ് ആണിത്. അതെ അതെ, നടുക്കുള്ളതാണ്. പോലീസ് ജീപ്പൊക്കെ പോകുന്നു, ആംബുലൻസും പോലീസ് ജീപ്പൊക്കെ. ആംബുലൻസ് ഉണ്ടല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഇന്ത്യ ഗേറ്റ് കാണുന്നത് നേരിട്ട്. ഈ സമയത്ത് നല്ല രസമാണ്, ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പകല് ഈ കാലാവസ്ഥ ആയതുകൊണ്ട് പകല് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത്ര അടുത്ത് കാണാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. അറിയില്ല, അവര് വേറെ വണ്ടിക്കാണ്. ഇന്ത്യ ഗേറ്റ് എന്റെ ബുക്കിലുണ്ട്. ഉണ്ടല്ലേ, പഠിക്കാനുണ്ട് നമുക്ക്. പഠിക്കല്ലേ എന്നിങ്ങനെ ആട്ടോ. മോളിങ്ങനെ ആക്കിയിട്ട് കണ്ണനേന്ന് പറഞ്ഞിട്ട് ഓടുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ ആണ്. ഞങ്ങൾ പറഞ്ഞതാണത്. ദേവ് ഇപ്പൊ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. എവിടെയായിരുന്നു? ഞാൻ തൊട്ടപ്പുറത്തെ നോക്കി വാപ്പത്ത്. ഫ്രണ്ട്സ്, ചങ്ങല കണ്ടോ, മുള്ളു പോലത്തെ ചങ്ങല. ഇതിന്റെ അപ്പുറത്തോട്ട് കയറാൻ പറ്റില്ല, അതിനാണല്ലോ ഈ ചങ്ങല ഇവിടെ ഇട്ടേക്കണത്. ഇത് മുള്ളിന്റെ അല്ലേ ഫ്രണ്ട്സ്. അപ്പം ഇനി ഞങ്ങള് INA മാർക്കറ്റിലോട്ടാണ് പോണത്. ഇവിടുന്ന് ഞങ്ങള് തിരിച്ചു പോവാണ്. 2 വണ്ടിയിലായിട്ടാണ് അറിയില്ല. അതെ, ആവാറായിട്ടുണ്ട്, സ്വിച്ച് ഓഫ് ആവാറായിട്ടുണ്ട്. ഇപ്പൊ കുറെ പേരുടെ കുഴപ്പമില്ല. അപ്പൊ എന്റത് ഓഫ് ആവാനായി. ഞങ്ങള് റോഡിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാബിൽ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് INA ഫുഡ് കഴിക്കാനാണ്. കാരണം 9:30 സമയം. INA മാർക്കറ്റില്ലേ? അവിടെ മലയാളികളുടെ കടയാന്ന് പറഞ്ഞു. എല്ലാം മലയാളികളുടെ ഷോപ്പ്. അതൊന്നും കിട്ടൂല. അതാ ഇവിടെ കുറെ ഷോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, സ്നാക്സും. വേണോ? ഇത് വേണോ? അപ്പുറമൊക്കെ സ്നാക്സ് അല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ INA മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ഞങ്ങളൊരു മലയാളി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം 9:40 ഞാൻ ഇവിടെ മെനു നോക്കുകയായിരുന്നു വാങ്ങേണ്ടത്. ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി തിരിച്ച് മെട്രോയ്ക്കാണ് പോണത്. ഷാലിമാർ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വീട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നേരെ മെട്രോയിലാണ് പോണത്. അവർ കാറിൽ പോയി, അവർ 3 പേര് കാറിൽ പോയി. ഞങ്ങള് മെട്രോ മാറി കയറി കൊറേ ദൂരം അതല്ല, എന്നിട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ഷാലിമാർ ബാങ്കിലോട്ട് തന്നെ അല്ലേ ചോദിച്ചു. അയ്യോ ഇത് ആ ട്രെയിനല്ലേ, ഇത് അപ്പുറത്ത് പോണം ഷാലിമാർ ബാങ്കിൽ. നമ്മളിങ്ങനെ നോക്കിയപ്പോ ഡോർ അടച്ചു. അപ്പൊ അവിടെ അടുത്ത സ്റ്റേഷനിൽ അവര് പറഞ്ഞു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ ട്രെയിൻ വരും, എന്നിട്ട് അങ്ങനെ പോയാൽ മതി. കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് പാക്കിങ് ആയിക്കോളൂ. നമ്മൾ കുറച്ച് പുറകോട്ട് പോയി. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഷാലിമാർ ബാങ്കിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് റൂമിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യെസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഉറക്കം നല്ല വരുന്നുണ്ടാവും. 11:30 ഈ സമയം, 11:35. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.